തുർക്കി സിറിയ ഭൂചലനത്തിൽ മരണം 20,000 കടന്നു. 72 മണിക്കൂർ പിന്നിട്ടതോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്താമെന്ന പ്രതീക്ഷയും മങ്ങുകയാണ്. ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും ദൗർലഭ്യവും അതിശൈത്യവും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൽ വെല്ലുവിളിയുണ്ടായെന്ന് സമ്മതിച്ച് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ ചേരുന്നു. അനുഷ, ഭൂചലനത്തിലുള്ള മരണം 20,000 കടന്നിരിക്കുകയാണ്. ഇപ്പോഴും കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ടോ? ഇനിയും മരണസംഖ്യ കൂടാൻ സാധ്യതയുണ്ടോ? എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ആതിര, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം എന്നാണ് ഇന്നലെ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ തുർക്കിയിലും സിറിയയിലും ഉണ്ടായ ഈ ഭൂചലനത്തെ വിശേഷിപ്പിച്ചത്. ഈ നൂറ്റാണ്ടിലെ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണിത്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിലവിൽ 21,000 തുർക്കിയിലും സിറിയയിലുമായി ഉണ്ടായ ഭൂകമ്പത്തിൽ 21,000-ലധികം പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ ഭൂകമ്പം കഴിഞ്ഞ് 4 ദിവസം പിന്നിടുമ്പോൾ ഇനി അതിജീവനത്തിനുള്ള സാധ്യത, ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ അതിജീവനം എത്രത്തോളം സാധ്യമാണ് എന്നത് വലിയൊരു ചോദ്യമാണ്. എങ്കിലും വളരെയധികം കർമ്മനിരതരായി തന്നെയാണ് തുർക്കിയിലും സിറിയയിലും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷത്തിലധികം പേർ രക്ഷാപ്രവർത്തനത്തിനായി തന്നെ തുർക്കിയിലും സിറിയയിലുമായി ഉണ്ട്. എന്നാൽ ഈ രക്ഷാപ്രവർത്തനത്തിനെ എല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന വലിയ ഘടകം അവിടുത്തെ കാലാവസ്ഥയാണ്. കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതക്കുറവും ഈ ഒരു ഘട്ടത്തിൽ തിരിച്ചടിയാവുന്നുണ്ട്. മറ്റൊന്ന് തുടർ ഭൂചലനത്തിലുള്ള സാധ്യതയാണ്. ഇനിയും തുർക്കിയിലെ അദാന, അദിയാമാൻ, ഗാസിയന്റെപ് തുടങ്ങിയ മേഖലകളിൽ തുടർ ഭൂചലനത്തിലുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ഇതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന ഘടകങ്ങളാണ്. മറ്റൊന്ന്, നിലവിൽ തുർക്കിയും സിറിയയും ഒരുപോലെ നേരിടുന്ന പ്രധാന പ്രശ്നം ഭക്ഷണത്തിനും മരുന്നിനുമുള്ള ദൗർലഭ്യമാണ്. ലോകരാജ്യങ്ങളെല്ലാം തന്നെ സഹായ പ്രവാഹം ഇരു രാജ്യങ്ങളിലേക്കും ഒഴുകുന്നുണ്ടെങ്കിലും മരുന്നിനും ഭക്ഷണത്തിനും വലിയ രീതിയിലുള്ള ദൗർലഭ്യം നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകാരോഗ്യ സംഘടനയടക്കം പറഞ്ഞത്, അതിജീവിച്ച് വന്നവരുടെ, ഈ ഭൂകമ്പത്തിൽ നിന്ന് രക്ഷിച്ചവരെ അല്ലെങ്കിൽ അതിജീവിച്ചവർക്ക് തന്നെ ഇനിയൊരു അതിജീവനം എന്നുള്ളതും ഒരു വലിയ വെല്ലുവിളി എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. മറ്റൊന്ന്, സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയാണ്. കാരണം അവിടുത്തെ തണുപ്പൻ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇവരെല്ലാം മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം കുറവാണ് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഇനി മറ്റൊന്ന്, റോഡ് തകർന്നതും റോഡിന്റെ തകർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് അവശ്യ വസ്തുക്കളടക്കം എത്തിക്കുന്നതിൽ വലിയ രീതിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെയിൻ അടക്കമുള്ള രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എത്തിക്കുന്നതിലും വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഈ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇന്നലെ തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ അദ്ദേഹം പരസ്യമായി തന്നെ സമ്മതിച്ചു, ഇത്തരത്തിലൊരു പിഴവ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു പിഴവ് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതിൽ. മറ്റൊന്ന്, ലോകാരോഗ്യ സംഘടനാ തലവൻ ആന്റോണിയോ ഇന്ന് തുർക്കി സന്ദർശിക്കും. ഇത്രയുമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ആതിര, വ്യക്തമാണ്. തുർക്കി സിറിയ ഭൂചലനത്തിൽ മരണം 21,000 കടന്നു. 72 മണിക്കൂർ പിന്നിട്ടതോടെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്താമെന്ന പ്രതീക്ഷയും മങ്ങുകയാണ്. ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും ദൗർലഭ്യവും അതിശൈത്യവും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുഷ.